നമസ്കാരം. സർക്കാരിൻ്റെ പരിഗണനയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രതിപക്ഷം വെറുതെ ഹാലിളകി ഇപ്പോൾ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ആകപ്പാടെ കോളമായ സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിപക്ഷം ഹാലിളകിയതുകൊണ്ട് സ്പീക്കർ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി സഭ ഇനി ചൊവ്വാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രധാന കൊലപാതകികൾക്ക് ശിക്ഷാകാലയളവ് കുറച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് താങ്ങായി ചില നീക്കങ്ങൾ LDF സർക്കാർ നടത്തുന്നു എന്നതാണ് പ്രധാന ആരോപണം. ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തുന്നതുമായി ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളവും. സമാധാനപൂർവ്വം നടന്നിരുന്ന സഭ അതിനെ നിർത്തിവെപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നത്. പ്രതിപക്ഷം ബഹളം കൂട്ടുന്ന പ്രശ്നത്തെക്കുറിച്ച് LDFന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും സംഭവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കാര്യം അടിയന്തരമായ ഒരു പ്രശ്നമല്ല എന്നുള്ളത് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സബ്മിഷനായി ഇത് ഉന്നയിക്കണമെങ്കിൽ അനുമതി നൽകാമെന്നും സ്പീക്കർ പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും താല്പര്യപ്പെടാത്ത പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി അലമ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പട്ടി ഷോകളാണ് ഇറക്കിയത്. സർക്കാർ ഇവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയെന്നുള്ളത് സമ്മതിക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ മോശം പ്രകടനങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചതിന്റെ ഒരു അഹങ്കാരവും ഇതിൽ നിഴലിച്ച് കാണുന്നുണ്ട്. ഇതിനിടയിൽ സ്പീക്കർ ശ്രദ്ധ ക്ഷണിക്കലിനായി കടകംപള്ളി സുരേന്ദ്രനെ സ്വാഗതം ചെയ്യുകയുമുണ്ടായി. കടകംപള്ളി സുരേന്ദ്രൻ മറുപടി കൊടുക്കുമ്പോഴെല്ലാം പ്രതിപക്ഷ അണികൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു. എൽദോസ് കുന്നപ്പള്ളി, അൻവർ സാദത്ത്, റോജി എം ജോൺ തുടങ്ങിയവർ സ്പീക്കറുടെ ചേംബറിലേക്ക് വലിഞ്ഞു കയറാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ വലിഞ്ഞു കയറുന്ന കുന്നപ്പള്ളിക്കും സാദത്തിനുമൊക്കെ സഭയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയില്ല. ഈ ബഹളം കനത്തതോടെ ഇത് ഇനിയും തുടരുമെന്നുള്ളതിനാൽ സബ്മിഷനുകളുടെ മറുപടികൾ മന്ത്രിമാരോട് മേശപ്പുറത്ത് വയ്ക്കാൻ സ്പീക്കർ ആവശ്യപ്പെടുകയായിരുന്നു. ശേഷം വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും കുടുംബക്ഷേമവും തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകൾ ചർച്ചയൊന്നുമില്ലാതെ തന്നെ പാസാക്കിക്കൊണ്ടാണ് സഭ പിരിഞ്ഞത്.